ചെയ്ത് നോക്കാൻ പോണത്. ഇത് അംബിക പിള്ള മാമിന്റെ ഹാക്കാണ്. നിങ്ങൾ ഇതിനു മുന്നേ മേ ബി കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാനപ്പോൾ ഇതൊരു 7 days ആയിട്ട് കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട്. 7th day ഇന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത് ചെയ്ത് കാണിക്കാം, എങ്ങനെയാണ് ചെയ്യണതെന്നും എനിക്കിത് ചെയ്തിട്ട് എന്ത് റിസൾട്ടാണ് കിട്ടിയതെന്നൊക്കെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഹാക്കും കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ID നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പം നമുക്കിതിൽ വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ടങ് ക്ലീനർ ആണ്. അതും നല്ല പുതിയത് തന്നെ എടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഡൗൺവേർഡ്സ് വേണം നമ്മൾ ഉരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ തവണ ഉരയ്ക്കുമ്പോഴും നമ്മളത് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാൻ മറക്കരുത്. നമ്മുടെ രോമം ഏത് സൈഡിലേക്കാണ് ആ സൈഡിലേക്ക് വേണം ചെയ്യാൻ, അല്ലാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല. മൂക്ക് ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് ചെയ്തത്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ രോമത്തിൻ്റെ സെയിം ഡയറക്ഷനിൽ വേണം നമ്മളിത് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭയങ്കര ബലത്തിൽ ചെയ്യരുത്. ഭയങ്കര മൈൽഡായിട്ട് നമുക്ക് സ്കിന്നിൽ ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ, നമുക്ക് വേദനിക്കാത്ത രീതിയിൽ. എന്നാൽ അത്യാവശ്യം പ്രഷർ കൊടുത്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ടങ് ക്ലീനർ എടുക്കുമ്പോഴും നല്ലോണം സൂക്ഷിക്കണം. എനിക്കിവിടെ നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ നിങ്ങളെ സൂം ചെയ്ത് ആ ഭാഗം കാണിച്ചു തന്നെ. നല്ല രീതിയിൽ എനിക്ക് താടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. നമുക്ക് ടങ് ക്ലീനറിൽ ഇത് കാണാൻ പറ്റും. ക്യാമറയിൽ അത് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ചെയ്ത് കഴിയുമ്പോൾ ടങ് ക്ലീനറിൽ നമുക്ക് കാണാൻ പറ്റും, വൈറ്റ് ഹെഡ്സ് നല്ലോണം കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഹാക്കാണ് കേട്ടോ എന്തായാലും. പിന്നെ ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് എഡ്ജുള്ള ടങ് ക്ലീനർ എടുക്കരുത്. നമ്മുടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുമല്ലോ, സോഫ്റ്റ് ആയിട്ടുള്ളത് എടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. നെറ്റിയിൽ ഞാൻ ഈ ഒരു ഡയറക്ഷനിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഭയങ്കര മൈൽഡായിട്ട്. പിന്നെ ഒരു സൈഡ് ഒരു 3 വട്ടം ചെയ്താൽ മതി. അതിൽ കൂടുതൽ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കരുത്. ഉരച്ചുകൊണ്ടിരുന്നാൽ സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇനി ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. നമ്മളിത് മൊത്തം ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് മുഖം കഴുകിയിട്ട് അംബിക മാം പറയുന്നത് വിറ്റാമിൻ C സെറം യൂസ് ചെയ്യണം എന്നാണ്. ഞാൻ പക്ഷെ അതല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തത് ഹൈലൂറോണിക് ആസിഡിന്റെ സെറമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. സോ ഞാൻ അതാണ് ഈ 6 ദിവസവും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി എൻ്റെ റിസൾട്ടിലേക്ക് പോവാം. എനിക്ക് എന്താണ് തോന്നിയെന്നുള്ളതിന്റെ പോസിറ്റീവും പറയാം, നെഗറ്റീവും പറയാം. പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ സ്കിൻ നല്ല രീതിയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ കിട്ടണ പോലെ തോന്നിയിട്ടുണ്ട്. ഗ്ലോ മാത്രമല്ല, ഒരു ബ്രൈറ്റ്നസ്സും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫേഷ്യൽ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫേഷ്യൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സ്കിന്നിൽ ആ ഗ്ലോയും ആ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തോന്നുക. എനിക്കും സെയിം അതായിട്ടാണ് തോന്നിയത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ഗ്ലോ, ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. സ്കിൻ നല്ല പോളിഷ് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടും നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ അതിന്റെ തലേന്നും അതിന്റെ ഒരു 1 വീക്ക് ചെയ്താൽ നല്ല രസമായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കാൻ വേണ്ടി എനിക്ക് ഹെൽപ്പ് ആക്കും എന്ന് തോന്നി. രണ്ടാമത്തെ കാര്യം, വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ്. വൈറ്റ് ഹെഡ്സ് മാറുന്നത് പോലെ എനിക്ക് തോന്നി. നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇവിടെ നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഹെഡ്സ് അല്ല, വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ മാറി. എനിക്കിപ്പോൾ നല്ല സ്മൂത്ത് ആണ്. വൈറ്റ് ഹെഡ്സ് അവിടെ ഇല്ല, അങ്ങനെ തന്നെ പറയാം. പക്ഷെ ബ്ലാക്ക് ഹെഡ്സ് മാറുന്നത് പോലെ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് എക്സ്ട്രീം ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിട്ടില്ല. എനിക്ക് കൂടുതലും വൈറ്റ് ഹെഡ്സ് ആണ് ഉണ്ടാവാറുള്ളത്. അത് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, പിമ്പിൾസ് മാറുമെന്നുള്ളത്. എനിക്ക് പിമ്പിൾസ് മാറുന്നതായിട്ട് തോന്നിയില്ല. കാരണം എനിക്ക് അങ്ങനെ ആക്റ്റീവ് ആക്നി ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിലും അതങ്ങനെ മാറുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ സ്കിൻ ഗ്ലോ ആവാനും ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് കിട്ടാനും വൈറ്റ് ഹെഡ്സ് മാറാനും ഇത് നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇനി നെഗറ്റീവ് പറയാനാണെങ്കിൽ, നെഗറ്റീവ് നല്ല പറയണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും പട്ടി കുറയ്ക്കുന്നുണ്ട്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ആക്റ്റീവ് ആക്നി ഉള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ അതൊന്ന് സിവിയർ ആക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. മാം പറയുന്നുണ്ട് പിമ്പിൾസ് വരുമ്പോൾ മാം ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ പിമ്പിൾസ് ഒന്നും പൊട്ടാൻ ചാൻസ് ആക്കരുത്. ഭയങ്കര മൈൽഡായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് നമ്മുടെ പിമ്പിൾസ് പൊട്ടിയാൽ അതിൽ നിന്ന് ബ്ലഡ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ആ അണുക്കൾ നമ്മുടെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവാനും പിന്നെ അവിടെ പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഹൈ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു നോർമൽ ഫേസ് ആണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ളൂ. പിന്നെ ഇങ്ങനെ ആക്റ്റീവ് ആക്നി അല്ല, നോർമൽ ആക്നിയൊക്കെ ആണ് ഉള്ളതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഡെഡ് സെൽസ് നല്ല രീതിയിൽ കുറയാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഒക്കെ മാറാനും ഹെൽപ്പ് ആകും കേട്ടോ. ഞാനിപ്പോൾ 7 days യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 1 month ഒക്കെ യൂസ് ചെയ്ത അടിപൊളി റിസൾട്ട് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇങ്ങനത്തെ ഹാക്ക് ഒക്കെ ഞാൻ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലേക്ക് എനിക്ക് ഷെയർ ചെയ്ത് തന്നാൽ ഞാൻ ഹാക്ക് ട്രൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് പറയാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.